ഇതോടെ നിങ്ങൾ ഇത്രയ്ക്ക് മണ്ടന്മാരാണ്. ഈ സമരം നടക്കുമ്പോൾ ബസ്സിന് കല്ലെറിയുന്ന പോലെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് വിചാരിച്ചത്. ഈ പറയുന്നത് വീഡിയോ ഉദ്യോഗസ്ഥരെയൊക്കെ ആക്രമിക്കുക എന്ന് പറയുന്നത് വെറുത്തു പോകുന്ന ഇതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഇതുകൊണ്ട് ഞാൻ ഇടതുപക്ഷം മോശമാണ്, വലതുപക്ഷം നല്ലതാണ്, അല്ലെങ്കിൽ വലതുപക്ഷം മോശമാണ്, ഇടതുപക്ഷം നല്ലതാണ്, ഇന്ന പാർട്ടിക്കാരൻ നല്ലതാണ്, അതൊന്നുമല്ല. എല്ലാ പാർട്ടിക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. എല്ലാവരും നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുന്നതാണ്. ഞാനൊരു പാർട്ടിക്കും എതിരല്ല. സത്യാഗ്രഹം നടത്തിയതിനല്ല ജയിലിൽ പോയി കിടക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. മിസ്റ്റർ ഈസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടല്ലോ. ഈ വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഓൾറെഡി എല്ലാ സോഷ്യൽ മീഡിയകളിലും തന്നെ വന്ന ഒരു വാർത്തയാണ്. അതായത് തിരുവനന്തപുരത്ത് മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ വസതിയുടെ മുന്നിലൂടെ, അതായത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിന് ശേഷം പുറത്തേക്ക് വരുന്ന ED ഉദ്യോഗസ്ഥരാണ് ഈ വാഹനങ്ങളിൽ ഉണ്ടായിരുന്നത്. അപ്പം അവർ തങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് അവിടെ തടിച്ചു കൂടിയുന്ന ജനം, പാർട്ടിക്കാർ അവരെ കയ്യേറ്റം ചെയ്യുന്ന, ആക്രമിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ പോയി കണ്ടത്. എല്ലാവർക്കും അറിയാം, അതിക്രൂരമായി ഒരു തരത്തിലും മനുഷ്യത്വപരമല്ലാത്ത ഒരു പ്രവൃത്തി, പക്ക ഗുണ്ടായിസം, അങ്ങനെ തന്നെ പറയും. ഒരു സാധാരണക്കാരൻ്റെ വ്യൂവിൽ ഗുണ്ടായിസം, പോക്കത്തരം, അങ്ങനെ തന്നെ പറയാൻ പറ്റും. കാരണം അത്ര മോശമായിട്ടാണ് പെരുമാറിയത്. ഈ അക്രമത്തിന്റെ പിന്നിലുള്ള ചേതവികാരം എന്ന് പറയുന്നത് തികച്ചും ഒരു വ്യക്തിപരമായ കാര്യമായിട്ട് പാർട്ടിക്കാർ ഏറ്റെടുത്ത, അല്ലെങ്കിൽ കുറേയധികം ആൾക്കാർ ഏറ്റെടുത്ത ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ സംഭവത്തിന്റെ തുടക്കം CMRL കമ്പനിയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ IT കമ്പനി എക്സോളജിക് സൊല്യൂഷൻസ്, അപ്പം ആ കമ്പനി തമ്മിലുള്ള പണമിടപാട്, CMRLും എക്സോളജിക് സൊല്യൂഷൻസും തമ്മിലുള്ള ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട കേസ്. ആ കേസാണ്, അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണം, റെയ്ഡ് തുടങ്ങിയ കാര്യങ്ങളാണ്. കള്ളപ്പണം വെളുപ്പിക്കൽ. സോ ഇതൊന്നും പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല, പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് നടന്നൊരു റെയ്ഡായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. പക്ഷെ ആ ഒരു അന്വേഷണം ഒരു വ്യക്തിയുടെ ആയിരുന്നു. ഒരു വ്യക്തിയുടെ പേരിൽ ഈ വീണ വിജയനെ കേന്ദ്രീകരിച്ചായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് കേസ് അന്വേഷണം നടത്തി, റെയ്ഡ് നടത്തി. തിരുവനന്തപുരത്ത് മാത്രമല്ല, കണ്ണൂരും പലയിടങ്ങളുമായിട്ട് ED റെയ്ഡ് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് പാർട്ടിയുടെ ഒരു പ്രശ്നം എന്ന രീതിയിൽ, അല്ലെങ്കിൽ പിണറായി വിജയൻ ആക്രമിക്കുന്നു എന്ന രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഒരു തെറ്റായ രീതിയിൽ അതിനെ എടുക്കുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്തു. ഈ പ്രതികരണം എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നാണ്. കാരണം നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ഈ പറയുന്ന പാർട്ടിക്കാർ അല്ലെങ്കിൽ ചില ആൾക്കാർ, ഇവരെയൊന്നും പാർട്ടിക്കാരെന്ന് വിളിക്കുന്നതിനോട് എനിക്ക് യോജിക്കില്ല. കാരണം പക്ക ഗുണ്ടായിസമാണ് ഇത്തരത്തിലുള്ള ആൾക്കാർ. കാരണം ഈ ശരിക്കും പറയുന്ന CPM ഇടതുപക്ഷം പറയുന്ന വളരെ നല്ലൊരു പാർട്ടി, ഒരുപാട് നല്ല നേതാക്കന്മാരും നല്ല അണികളും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പാർട്ടിയാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ചില ആൾക്കാരുടെ പ്രവൃത്തി കൊണ്ട് മാത്രമാണ് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാകുന്ന, ജനങ്ങൾ വെറുത്തു പോകുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയും ഇവരെന്ത് മനുഷ്യരാണെന്നൊക്കെ ചിന്തിച്ചു അല്ലേ. സാധാരണക്കാരൻ എങ്ങനെ ചിന്തിച്ചു? കാരണം ഇഷ്ടിക വെച്ചൊക്കെ അടിച്ച്, അതിക്രൂരമായി അടിച്ച് ചില്ലൊക്കെ പൊട്ടിക്കും. ആ വാഹനത്തിൽ ഉള്ളിലിരിക്കുന്നത് ഒരു റേപ്പിസ്റ്റ് അല്ല, ഒരു ബലാത്സംഗം ചെയ്ത ഒരു പ്രതിയല്ല, ഒരു പിടികിട്ടാപ്പുള്ളിയല്ല, അങ്ങനെ മോശമായിട്ടുള്ള ഒരാളല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ്. പിന്നെ പാവങ്ങളായ ഡ്രൈവർ, അവരുടെ ഉപജീവന മാർഗമായിട്ടാണ് അവർ ആ വാഹനങ്ങൾ കൊണ്ടു നടക്കുന്നതും ഡ്രൈവേഴ്സായിട്ട് തൊഴിൽ ചെയ്യുന്നതും. അതൊന്നും മനസ്സിലാക്കാതെ, ഒന്നിനെപ്പറ്റിയും ചിന്തിക്കാതെ, ഒരു ദയാദാക്ഷ്യമില്ലാതെ അവരുടെ വാഹനങ്ങൾ അടിച്ചു പൊട്ടിക്കുക. ശരിക്കും പറഞ്ഞാൽ മരിച്ചു പോകേണ്ടതാണ്. ചിലപ്പോൾ ചില്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞ് വീണ്ടും അക്രമം തുടർന്ന് ഞാൻ ചിലപ്പോൾ അത് മരിച്ചു പോകാം. ആ ആക്രമണത്തിൽ ഒരു ഡ്രൈവർക്കും കാര്യമായ രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ വാഹനങ്ങളെല്ലാം തന്നെ ഒരുവിധം നന്നായിട്ട് അവർ അടിച്ച് തകർത്ത്. കൂടാതെ പോലീസുകാർക്കും ഈ ആക്രമണത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ഈ പറയുന്ന വ്യക്തികൾ, ഈ അന്വേഷണ വിധേയരായ വ്യക്തികൾ, അതിന് വിധേയപ്പെടേണ്ട വ്യക്തികൾ തെറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നൊന്നും ഞാൻ പറയുന്നില്ല. അവരുടെ നിരപരാധിയാണോ അപരാധിയാണെന്നോ വ്യാഖ്യാനിക്കാൻ ഞാൻ ആളല്ല. പക്ഷെ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് അതുമായിട്ട് സഹകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഞങ്ങൾ അജീവിയരാണ്, ഞങ്ങളെ ആർക്കും തോൽപ്പിക്കാനാവില്ല, എൻ്റെ വീട് റെഡിയാ, നീ ആരാടാ എന്ന് ചോദിക്കുന്ന പോലെയുള്ള ഒരു പ്രവണത, അത് ഒട്ടും അംഗീകരിക്കാൻ നമുക്ക് കഴിയാത്ത. ഈ സംഭവം നടക്കുമ്പോൾ തന്നെ ഈ പറയുന്ന ഇതിന്റെ നേതാക്കളൊക്കെ തന്നെ ഒരു കൈയും കെട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ അലക്ഷ്യത്തോട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് തോന്നിയത്. അവരുടെ ഒരു അനാസ്ഥ കൊണ്ടുകൂടിയാണ് ഇത് ഇത്തരത്തിൽ വന്നത്. അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവർക്ക് ഒരു തരത്തിലും ഇതിന്റെ ഭാഗമായിട്ട് ഈ ശിക്ഷ അനുഭവിക്കേണ്ടതായിട്ട് വരില്ല. പക്ഷെ അന്വേഷണം നടക്കുമ്പോൾ റെയ്ഡൊക്കെ നടക്കും, സ്വാഭാവികമാണ്. അതുമായിട്ട് സഹകരിച്ച് മുന്നോട്ട് പോവുകയാണോ വേണ്ടത്. അതൊന്നും മനസ്സിലാക്കാതെ അവരെ ദ്രോഹിക്കുക, അടിച്ച് പൊട്ടിക്കുക എന്നൊക്കെ പറയുന്നത്. സോ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് നോക്കാം. നമുക്ക് ഒരു വീഡിയോ കൂടെ കണ്ടു നോക്കാം.
ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ സുപ്രധാന വളരെ ഗൗരവമുള്ള നിരീക്ഷണമാണ് വന്നിരിക്കുന്നത്. അതിന്റെ ആദ്യ വിവരങ്ങൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസാണ് പുറത്തുവിട്ടത്. ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം രാജ്യത്തിനെതിരായ കുറ്റകൃത്യം എന്നാണ് കോടതിയുടെ പരാമർശം. അതിക്രമത്തെ അപൂർവ കേസായാണ് പരിഗണിക്കേണ്ടതെന്നും കോടതി പറയുന്നു. പ്രതികളുടെ ജാമ്യം തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 പരാമർശം. TS ഹരികൃഷ്ണ വിവരങ്ങൾ നൽകാൻ ചേരുന്നുണ്ട്. ഹരി, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സ്വന്തം നേതാവിനെതിരെ ഒരു പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു നടപടി ഉണ്ടാകുന്നു, അണികൾ തെരുവിലേക്ക് ഇറങ്ങുന്നു, അത് കൈവിട്ടു പോകുന്നു. ഇത്തരത്തിലുള്ളൊരു നടപടി അത് നിയമത്തിന്റെ വഴിക്ക് അങ്ങ് പോകട്ടെ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിച്ച് മാറുകയല്ലായിരുന്നു കോടതി. നോക്കൂ, ഇത് ഗൗരവ പ്രശ്നമാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. രാജ്യത്തിനെതിരായ കുറ്റകൃത്യമാണ്, അപൂർവമായ കേസ് ആണ് എന്ന് തുടങ്ങിയാണ് കോടതി പറയുന്നതൊക്കെ കാര്യങ്ങൾ. അതായത് അകത്ത് കിടക്കുന്ന പ്രതികളുടെ കാര്യം ഒന്നും കൂടി കഷ്ടമാകും. അതെ പൂജ, ആദ്യമേ ഒരു കാര്യം പറയട്ടെ. ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതൊരു ചെറിയ കേസാണ് എന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും ധാരണ തെറ്റാണ് എന്നുള്ളതാണ്. കാരണം ഇതൊരു ചെറിയ കേസല്ല. അത് കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ നമുക്ക് എടുത്തു പറയാവുന്നതേ ഉള്ളൂ. കാരണം ഇതുമായി ബന്ധപ്പെട്ട് 5 പേരുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചപ്പോഴാണ് ആ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് കോടതി ഇത്തരം നിരീക്ഷണങ്ങൾ, ഇത്രയും ഗൗരവമുള്ള നിരീക്ഷണങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഇതുവരെ 25 പേർ അറസ്റ്റിലായിട്ടുണ്ട്. അതിൽ 20 പേരുടെ ജാമ്യാപേക്ഷ ഇനി വരാനിരിക്കുന്നു. അവർക്ക് ജാമ്യം കിട്ടില്ല എന്നുള്ളതിനുള്ള ഒരു സൂചന കൂടിയാണ് ഈ നിരീക്ഷണം എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മാത്രമല്ല 200 പേരുടെ ലിസ്റ്റ് പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ അക്രമവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്യാനുള്ളവരുടെ പട്ടികയിൽ 200 പേരടങ്ങുന്ന ഒരു പട്ടികയാണ് പോലീസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയും കൂടുതൽ പ്രതികളെ പോലീസ് പിടികൂടും. അവരെയൊക്കെ കേസുമായി ബന്ധപ്പെട്ട നിയമ നടപടി നേരിടേണ്ടി വരും. അപ്പോൾ അവരുടെ കാര്യത്തിലും ഇത്തരം നിരീക്ഷണങ്ങൾ നിലനിൽക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. ഇനി അത് കോടതിയിൽ വാദിച്ച ഏത് രീതിയിൽ മുന്നോട്ട് പോകും എന്നുള്ളത് കണ്ടറിയണം. പക്ഷേ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന കോടതി നിരീക്ഷണങ്ങൾ അതീവ ഗൗരവമുള്ളതാണ്. ഈ കേസിനെ ഒരിക്കലും അത്ര നിഷ്പ്രയാസം ഇത് കോടതിയിൽ നിന്നോ ജയിലിൽ നിന്നോ ഇറങ്ങി വരാൻ കഴിയുമെന്ന് പ്രതികൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ള ആ തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ആക്രമിച്ചു എന്ന് പറയുന്നവരുടെ ഒരു പശ്ചാത്തലം, അവർക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ അവർക്ക് ഇത്തരം പ്രവർത്തികൾ സ്വാഭാവികമായിട്ട് അത് മേൽക്കോടതിയിൽ പോകുമ്പോൾ അത്തരം നിരീക്ഷണങ്ങൾ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിൽ കേസിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾക്ക് ഇനി 20 പേരുടെ ജാമ്യാപേക്ഷ കൂടി കോടതിയിൽ വരാനിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെയൊക്കെ പരിഗണിക്കുമ്പോഴും ഈ നിരീക്ഷണം കൂടുതൽ സങ്കീർണമാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, അപൂർവ കേസായിട്ടാണ് കോടതി ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത്. ഒരു തരത്തിലും ജാമ്യം കിട്ടാനുള്ള ഒരു വകുപ്പുമില്ല. കാരണം രാജ്യത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിക്കുക എന്ന് പറയുന്നത് രാജ്യത്തിന് തന്നെ ദ്രോഹം ചെയ്യുക, അല്ലെങ്കിൽ രാജ്യത്തിനെതിരായ ഒരു കുറ്റം ചെയ്യുക എന്ന രീതിയിലാണ് കോടതി ഇതിനെ കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വാടകയ്ക്കെടുത്ത കാറാണെങ്കിൽ പോലും അതും അവർ ഡ്യൂട്ടി ടൈമിലായിരുന്നത് കൊണ്ട് തന്നെ അതും പൊതുമുതൽ നശിപ്പിക്കലിന്റെ ഭാഗമായിട്ട് കൂടി വരുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ പോലീസിനെ ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പല വകുപ്പുകളും ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യത്തിന്റെ കാര്യം നോക്കുക വേണ്ട. 5 പേര് ജാമ്യത്തിന് അപേക്ഷിച്ചു, അത് തള്ളിപ്പോയി. ഇപ്പൊ 20 പേര് നിലവിൽ കസ്റ്റഡിയിലുണ്ട്. ഇനി 200 പേരുടെ ഒരു ലിസ്റ്റും പോലീസിന്റെ കയ്യിലുണ്ട്. അപ്പൊ ഈ ആക്രമിച്ച ആൾക്കാരൊക്കെ ഇവിടെ കാര്യം ഗോവിന്ദ. നിങ്ങൾ ഇത്രയ്ക്ക് മണ്ടന്മാരാണ്. ഈ സമരം നടക്കും ബസ്സിന് കല്ലെറിയുന്ന പോലെ ഈസി ആയിട്ടുള്ള പരിപാടിയാണെന്ന് വിചാരിച്ചത്. ഇപ്പൊ പറയുന്നത് ED ഉദ്യോഗസ്ഥരെയൊക്കെ ആക്രമിക്കുക എന്ന് പറയുന്നത് ഇതിപ്പോ വളരെ ഈസി ആയിട്ട് തറവാട്ടിലേക്കുള്ള വിസ അടിച്ചു കിട്ടിയല്ലോ. ഇപ്പം സന്തോഷമായോ? കുറച്ച് സെൻസിബിൾ ആയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ പഠിക്കും. ഇങ്ങനെയൊക്കെ തുടങ്ങി. നിങ്ങൾക്ക് വീട്ടിൽ ആൾക്കാരൊക്കെ ഇല്ലേ? ആരൊക്കെ കൂടി ഉണ്ടാവും? എത്ര ദിവസം കൂടി ഉണ്ടായി? പറയുന്ന നേതാക്കന്മാരെല്ലാം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വിചാരം. വീട്ടിൽ അച്ഛനമ്മമാര്, ഭാര്യ, മക്കൾ ഇവരൊക്കെ ഇല്ലേ? അവിടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾ ഉപ്പ് സത്യാഗ്രഹം നടത്തിയതിനല്ല ജയിലിൽ പോയി കിടക്കുന്നത്. അപ്പോൾ നാളെ നിങ്ങളെ മക്കളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയും? എന്റെ ഡാഡി ഉപ്പ് സത്യാഗ്രഹം നടത്തിയതാണോ ജയിലിൽ പോയി കിടക്കുന്നതെന്ന് പറയാൻ പറ്റുമോ? വധശ്രമത്തിനാണ് കേസ്. ഇതുകൊണ്ട് ആർക്കെന്ത് പ്രയോജനം? ആർക്കൊരു പ്രയോജനം ഇല്ല. നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ നശിപ്പിക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് അക്രമരാഷ്ട്രീയം എന്ന് പറയുന്നത്. ജനങ്ങൾ വെറുത്തു പോകുന്ന ഇതുകൊണ്ടാണ്. ഇത്തരത്തിലുള്ള ഇതുകൊണ്ട് ഞാൻ ഇടതുപക്ഷം മോശമാണ്, വലതുപക്ഷം നല്ലതാണ്, അല്ലെങ്കിൽ വലതുപക്ഷം മോശമാണ്, ഇടതുപക്ഷം നല്ലതാണ്, ഇന്ന പാർട്ടിക്കാരൻ നല്ലതാണ്, അതൊന്നും അല്ല. എല്ലാ പാർട്ടിക്കും അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. എല്ലാവരും നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുന്നതാണ്. ഞാനൊരു പാർട്ടിക്കും എതിരല്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തികളെ ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അത് തീർച്ചയായിട്ടും പറയേണ്ട കാര്യമാണ്. ഏതാനും മാസം മുമ്പ് ഇതിന് സമാന സംഭവം എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയുടെ ആത്മഹത്യ, അതുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ട്രൈക്ക് നടന്നിട്ടുണ്ടായിരുന്നു. ഈ ആദിവാസി സംഘടനകളും ദളിത് സംഘടനകളൊക്കെ ചേർന്നിട്ട് വിദ്യാർത്ഥിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ വിദ്യാർത്ഥിക്ക് നീതി കിട്ടുക, ഈ ഇരയായവർക്ക് നീതി കിട്ടുക എന്ന് പറയുന്നത് ഞാൻ യോജിക്കുന്നു. പക്ഷെ അതിനു വേണ്ടി അവർ നടത്തിയ കാഴ്ച, ഞങ്ങൾക്ക് ആളുണ്ട്, ഞങ്ങൾ ശക്തരാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അനാവശ്യമായിട്ടൊരു സമരം നടത്തി. എന്നാൽ സമരം നടത്തിയപ്പോൾ റോഡിൽ ഹർത്താൽ നടത്തിയപ്പോൾ റോഡിൽ ഒരുപാട് പേര് കുത്തിയിട്ട് ക്യാൻസർ ബാധിച്ച ഒരു പേഷ്യന്റിനോട് പോലും നിങ്ങൾ പോകണ്ട, നിങ്ങൾ കടന്നു പോകണ്ട, നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കണം, ഞങ്ങളുടെ സമരത്തോട് ഹർത്താലിനോട് സഹകരിക്കാനാണ്. ഇതിനൊക്കെ എന്താ പറയാ? ഒരു ജീവൻ പോയതിന് പകരം അത്രയധികം ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാൽ രോഗികളായവരും അതുപോലെ തന്നെ വിദ്യാർത്ഥികളും എക്സാമിനേഷൻ എഴുതാൻ പറ്റാതെ, അതിന് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ എത്ര പേരുണ്ട്? ഇതൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ ഒക്കെ കാണുന്നതല്ലേ? ഒരു സമരം അല്ലെങ്കിൽ ഹർത്താൽ ഇതൊക്കെ ജനങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടി ആയിരുന്നു.
ഏത് പ്രതിഷേധം മറ്റുള്ളവരെ ദ്രോഹിച്ചുകൊണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വല്ല പോലീസ് സ്റ്റേഷനോ പോയിട്ട് ഉപരോധിച്ചാൽ പോരെ, വല്ല മന്ത്രിമാരുടെ കയറി അവരുടെ എന്താ പറയാ പുറത്തേക്കുള്ള വഴി അങ്ങ് അടച്ചാൽ പോരെ. നിങ്ങൾ അത് വല്ലതും ചെയ്യൂ? ആരും ഒന്നും ചെയ്യില്ല. എന്തുകൊണ്ടാ? അടി കിട്ടില്ല എന്ന് ഉറപ്പുള്ളിടത്തല്ലേ നിങ്ങൾ പോവുള്ളൂ. അടി ഇങ്ങോട്ട് കിട്ടില്ല, ഞങ്ങൾക്ക് പ്രശ്നം വരില്ല. അപ്പൊ പിന്നെ സാധാരണക്കാർ ജനങ്ങളെ പോവുക, എടുത്തു പോവുക, അവരെ ഉപദ്രവിക്കുക, അവരുടെ ഉപജീവന മാർഗം തടസ്സപ്പെടുത്തുക. എന്ത് കാര്യം ഇതുകൊണ്ടൊക്കെ ഉള്ള? എന്ത് നേട്ടമുള്ള? ഒന്നും. എന്ത് നേടി? ഒന്നുമില്ല. ആ സമരം കൊണ്ടും ആ പ്രതിഷേധം കൊണ്ടും ഒന്നുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യത്താണ്. ജനങ്ങളാണ് ഇവിടെ വലുത്, പാർട്ടികളല്ല. അപ്പം ജനങ്ങളുടെ നല്ലതിനു വേണ്ടി പ്രവർത്തിക്കുക. ഇത്തരത്തിലുള്ള അക്രമ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെ നടത്തി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്, അവരുടെ വെറുപ്പ് സമ്പാദിക്കുന്ന വിധത്തിലാകരുത്. എന്തായാലും ജയിലിൽ പോയവരൊക്കെ നന്നായിട്ട് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പറയാം. പക്ഷെ എന്തായാലും നന്നായി വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം.